ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പ്രസന്റ് സിറ്റുവേഷൻ എന്താണ്, പിന്നെ നിങ്ങളിലോട്ട് വരുന്ന മാറ്റങ്ങൾ എന്താണ്. അപ്പൊ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, നിങ്ങളുടെ പ്രസന്റ് സിറ്റുവേഷൻ. ഓക്കെ ഓക്കെ അതായത് നിങ്ങളുടെ ഒരു എന്താ പറയാ, നിങ്ങളുടേതായിട്ടുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കാൻ കാലതാമസം നേരിട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഉദ്ദേശിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും, അത് ചിലപ്പോൾ വ്യക്തിബന്ധങ്ങളുടെ കാര്യമായിരിക്കാം, സാമ്പത്തിക കാര്യങ്ങളായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നീതി കിട്ടണം, അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള കോടതിപരമായിട്ടുള്ള സംതിങ് എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അത് നേരെ കിട്ടേണ്ട കാര്യങ്ങൾ വളഞ്ഞു തിരിഞ്ഞ് പിടിച്ച് നിങ്ങളുടെ കൈയെത്തുന്ന ദൂരത്തിലല്ലാത്തൊരവസ്ഥ, നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്ന ഒരവസ്ഥ. കാരണം നിങ്ങൾക്ക് അർഹതപ്പെട്ട പല കാര്യങ്ങളും വല്ലവരും വന്ന് കൈയിട്ട് വാരി എടുക്കുന്ന ഒരവസ്ഥ. അത് നിങ്ങൾ വേദനയോടുകൂടിയും വിഷമത്തോടുകൂടിയും നോക്കിക്കാണുന്ന ഒരു രീതി. നിങ്ങൾക്ക് അർഹതയുള്ളതാണ്, ആ സിറ്റുവേഷൻ നിങ്ങൾക്ക് അർഹതയുള്ളതാണ്, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങൾക്ക് അർഹതയുള്ളതാണ്, അല്ലെങ്കിൽ ആ ജോലി, സാമ്പത്തികം, ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അർഹതയുള്ളതാണ്. പക്ഷെ നിങ്ങളെക്കാളും വലിയ അധികാരത്തിലും അല്ലെങ്കിൽ നിങ്ങളെക്കാളും വലിയ എന്തോ ഞാൻ വലിയ സംഭവമാണ് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ കൈയിട്ട് വാരി കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ, കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകാന്നൊക്കെ പറയില്ലേ, അതും ഒരു കാര്യം കാണിക്കുന്നുണ്ട്. രണ്ടാമത്തത് സ്വന്തം ഇഷ്ടമായിട്ട്, അതായത് ഒരു 40% ആളുകൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ചില വ്യക്തികൾ ഈ കിഡ്നാപ്പേഴ്സിന്റെ അടുത്തോട്ട് പോവില്ലേ, എന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിക്കോ, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. ചില ആളുകളുടെ അടുത്തോട്ടുള്ള ചായ്വ്, അത് നിങ്ങളെ എന്താ പറയാ, എനിക്ക് കിട്ടേണ്ട കാര്യങ്ങൾ എനിക്ക് കിട്ടുന്നില്ല, എനിക്ക് അർഹതയുള്ള കാര്യങ്ങൾ എനിക്ക് കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്നാലും ഒറ്റപ്പെട്ടിങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥ. നിങ്ങൾ ജോലി ചെയ്യുന്നവരായിരിക്കാം, ഓഫീസിൽ പോകുന്നുണ്ടാവാം, ബിസിനസ് ചെയ്യുന്നുണ്ടാകാം, അതല്ല ഇപ്പൊ വീട്ടിലെ എല്ലാവരുമായിട്ട് സംസാരിക്കുന്നുണ്ടാവും, ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ സംസാരിക്കുന്ന എവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കാര്യത്തിൽ ഒരു പൊതുവെ ഇങ്ങനെ ഒറ്റക്കുള്ള, ഞാൻ ഒറ്റക്കാണല്ലോ, എത്രയെന്ന് വെച്ച് മറ്റുള്ളവരോടൊക്കെ പറയും, എൻ്റെ കാര്യം ശരിയാകാത്തത് എന്താണ്, എൻ്റെ നമ്പർ വരാത്തത് എന്താണ് എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അതുകൊണ്ട് ചില ആളുകൾ മെന്റലി ഒരുപാട് ടയേർഡാണ്. ഈ മെന്റലി ഉള്ള ടയേർഡാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അത് ഫിസിക്കലി ഉള്ള കാര്യങ്ങളിലോട്ട് ആക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടലുകൾ, തലവേദനയിലോട്ടോ അല്ല ഇനിയിപ്പോൾ ടോട്ടലും എങ്ങനെയെങ്കിലും ഒന്ന് ജീവിതം ജീവിച്ച് തീർക്കണം എന്നുള്ള രീതിയിലോട്ട് വരെ ആക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് ഡിപ്രഷനിലോട്ട് പോവാതിരിക്കുക കേട്ടോ. എന്ത് കാര്യത്തിനും സൊല്യൂഷൻ ഉണ്ട്, സൊല്യൂഷൻ ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ ചില കാര്യങ്ങൾ പൊതുവെ ചീറ്റ് ചെയ്ത അല്ലെങ്കിൽ ചീറ്റിംഗ് ആയിട്ടുള്ള ആളുകളുടെ പുറകെ നടക്കാതിരിക്കുന്നതാണ് ബെറ്റർ. നമ്മൾ വീണ്ടും വീണ്ടും വിഷമിച്ചുകൊണ്ടിരിക്കുക എന്നല്ലാതെ പ്രത്യേകിച്ച് അതിന് കഥയൊന്നുമില്ല. ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ചീറ്റിംഗ് നേരിട്ടതായിട്ട് അല്ല, നിങ്ങളോട് നുണ പറഞ്ഞതായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായിട്ട് ഒക്കെ കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് അർഹതയുള്ള കാര്യങ്ങളാണ് വല്ലവരും കൈയിട്ട് വാരിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ളൊരു പരിപാടി ഇവിടെ നല്ല രീതിക്ക് നടക്കുന്നുണ്ട്. അത് നിങ്ങളെ നല്ല രീതിക്ക് ഉറക്കമില്ലായ്മയും
വേറെ രീതിയിലോട്ടുള്ള പ്രവർത്തനങ്ങളിലോട്ട് കൊണ്ടുപോയിട്ടുമുണ്ട്. പിന്നെ ചില ആളുകൾക്ക് ഇപ്പോഴും പറയുന്ന പോലെ ബ്ലാക്ക് മാജിക്കിൻ്റെതായിട്ടുള്ള ഒരു കാര്യം ചുറ്റി നടക്കുന്നുണ്ട്. അപ്പൊ അതിനെന്താ പരിഹാരം എന്ന് ചോദിക്കും. ഈ ബ്ലാക്ക് മാജിക് എന്ന് പറയുമ്പോൾ പല രീതി പല വിധത്തിലുള്ള കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് നോക്കാതെ നമുക്ക് എങ്ങനെയാ പരിഹാരം പറയാം? ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ഇവിടെ ആ ഒരു പ്രസൻസ്, ഇതൊരു ജനറൽ റീഡിംഗ് ആണല്ലോ, ആ ഒരു ബ്ലാക്ക് മാജിക്കിന്റെ ഒരു എഫക്റ്റ് 80% ആളുകൾക്കും ഉണ്ട്. കാരണം നിങ്ങളെ ഒന്നിനും ചെയ്യാനായിട്ട് അനുവദിക്കില്ല, അല്ലെങ്കിൽ എല്ലാത്തിനും തടസ്സം വരുത്തും. എല്ലാത്തിനും നിങ്ങളിപ്പോ എന്താണോ തുടക്കം കുറിക്കാൻ പോകുന്നത് അതിനൊരു തടസ്സം വരുത്തും. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരിക്കലും ടെമ്പററി ആയിട്ടുള്ള ഹാപ്പിനെസ്സിലോട്ട് പോവാതിരിക്കുക കേട്ടോ. കാരണം ആൽക്കഹോൾ അങ്ങനെയുള്ള പരിപാടികൾ, വേറെ എന്തെങ്കിലും ഡ്രഗ്സ് അങ്ങനെയുള്ള പരിപാടികൾ, പിന്നെ നമുക്ക് മനസ്സിന് വിഷമം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെ സഹായിക്കുമെന്ന് വിചാരിച്ച് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അത് ക്ലിയർ ആണോ എന്ന് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓഫീസ്, അല്ലാന്നുണ്ടെങ്കിൽ റിലേറ്റീവ്സ്, ഇതൊക്കെ ഒന്ന് അവര് നിങ്ങളുടെ കാര്യങ്ങൾ പുറത്ത് പറയില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അവരോട് ഷെയർ ചെയ്യുക. കാരണം ഇങ്ങനെ ചില ആളുകളെ കണ്ടിട്ടില്ലേ, സത്യമായിട്ട് ലോകം മുഴുവൻ അറിയും, പക്ഷെ ആ പറഞ്ഞ വ്യക്തി മാത്രം അറിയില്ല, ബാക്കി ലോകം മുഴുവൻ അറിഞ്ഞിട്ടുണ്ടാവും. അയ്യോ സത്യം ഇത് പറയരുത് കേട്ടോ. അപ്പൊ അയ്യോ ഞാൻ അങ്ങനെ പറയോ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ സത്യമായിട്ട് ലോകം മുഴുവൻ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകളോട് പറയാതിരിക്കുക. കാരണം നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി പണി എരന്ന് മേടിക്കുന്ന കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ചില കാര്യങ്ങൾ കേൾക്കുന്ന വ്യക്തികൾ ഇതിപ്പോ ശരിയാക്കി തരാം എന്നുള്ള രീതിയിൽ കുറച്ച് ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന ഒരു കാര്യം കാണിക്കുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ. കാരണം നിങ്ങളുടെ നമ്പർ എപ്പോൾ വരും, നിങ്ങൾക്ക് എന്നാണ് നീതി കിട്ടുക, നിങ്ങൾക്ക് ആദ്യം വേണ്ടത്, നിങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ റെഡിയാണ്, എനിക്ക് മനസ്സ് തുറന്നൊന്ന് ചിരിക്കണം, എനിക്ക് മനസ്സ് തുറന്നൊന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങണം, മനസ്സ് തുറന്നൊന്ന് എല്ലാവരെയും പോലെ നോർമലായിട്ട് സന്തോഷിച്ചൊന്ന് ജീവിക്കണം, അതിന് ഞാൻ എന്തും ചെയ്യാൻ റെഡിയാണ്. ആര് എന്നെ സ്നേഹിക്കുക, അതായത് പിന്നെ വേറൊരു പരിപാടിയും ഉണ്ട്, അതെല്ലാവർക്കും തോന്നുന്നത് തന്നെയാണ്, നിങ്ങൾക്ക് മാത്രമല്ല. നിങ്ങൾ സ്നേഹിക്കാൻ റെഡിയാണ്. നിങ്ങൾ അതേ അളവിൽ അതേ രീതിയിൽ നല്ല ഇങ്ങനെ കൈക്കുമ്പിളി കൊണ്ടു നടക്കൂലേ, അതുപോലെ കൊണ്ടു നടക്കുന്ന ഒരു സ്നേഹം നിങ്ങൾക്ക് കിട്ടണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റേ നമ്മൾ സ്വിച്ച് ഇട്ട പോലെ പ്രവർത്തികളൊക്കെ ചെയ്യൂലേ, സ്വിച്ച് ഇട്ട ലൈറ്റ് വരും, അതുപോലെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പടപടാന്ന് എല്ലാം ചടപടേന്നായിരുന്നു എന്ന് പറയുന്ന പോലെ പടപടാന്ന് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി മറ്റേ റോബോട്ട് ചെയ്യുന്ന പോലെ ചെയ്യും. സ്നേഹം കിട്ടണം. അങ്ങനെയുള്ളൊരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ പ്രസന്റ് സിറ്റുവേഷൻ. നോക്കാം. സാമ്പത്തികമായിട്ടൊക്കെ മറ്റുള്ളവരെയൊക്കെ സഹായിച്ച് അതൊക്കെ ഹാപ്പിനെസ് ആയിരിക്കുമെന്ന് വിചാരിച്ച് നടന്ന് മണ്ണും ചാരി ഇന്നവൻ പെണ്ണും കൊണ്ടുപോയെന്ന് പറയുന്ന പോലെ സാമ്പത്തികമൊക്കെ വല്ലവരും കൊണ്ടുപോവുകയും ചെയ്തു. നിങ്ങൾ അതന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒന്നെടുത്തു കഴിഞ്ഞാൽ 2 രൂപ നിങ്ങൾക്ക് തരും എന്നുള്ളൊരു കാര്യമൊക്കെ ഉദ്ദേശിച്ചായിരിക്കും നിങ്ങൾ കൊടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു താൽക്കാലിക സഹായത്തിനായിരിക്കും കൊടുത്തത്. തിരിച്ചു കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലൊക്കെ ആയിരിക്കും ചില ആളുകൾ ചെയ്തു. പക്ഷെ അവരത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. പിന്നെ നിങ്ങൾ തിരിച്ചു വെച്ചപ്പോൾ കൊഞ്ഞനം കാണിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള പരിപാടികളും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് സഹായിക്കുമ്പോൾ അങ്ങനെയുള്ള രീതി നോക്കിയും കണ്ടും കണ്ടറിഞ്ഞ് സഹായിക്കുക. എല്ലാ ആളുകളും നമ്മളുടെ മുമ്പിൽ കൈനീട്ടും. അല്ലെങ്കിൽ എല്ലാ ആളുകളും പല രീതിയിലുള്ള ഇര തേടാൻ വരും. അവരതിന് അർഹിക്കുന്നുണ്ടോ, നിങ്ങളതിന് സ്വന്തമായിട്ട് ഇരയായിട്ട് നിൽക്കുവാണോ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. കാരണം ബാക്കി എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് നല്ല വിവരമുണ്ട്, ബോധമുണ്ട്, പല പരിപാടികളുണ്ട്. ചില വ്യക്തികളുടെ കാര്യത്തിൽ വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു കാര്യങ്ങൾ, ആ ഒരു എന്ത് ചോദിച്ചാലും ചില സമയത്ത് എടുത്തു കൊടുക്കും. ചില ആളുകൾ കേട്ടോ, ഒരു 60% ആളുകൾ വീഡിയോ വാച്ച് ചെയ്യാൻ എന്ത് ചോദിച്ചാലും ഓട്ടോമാറ്റിക്കലി അവരെ സന്തോഷിപ്പിക്കാൻ, അവരെ പരിപോഷിപ്പിക്കാൻ എന്തും ചെയ്യുന്ന ഒരവസ്ഥ. കൂടുതൽ അവൈലബിലിറ്റി കൊടുക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ. അത് ഓൺ ആൻഡ് ഓഫ് ആയിട്ടുള്ള റിലേഷൻഷിപ്സും ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങളിലോട്ട് വരുന്ന മാറ്റങ്ങൾ എന്താന്ന് നോക്കാം.
ഓക്കെ. ഡ്രൈ, പ്രോമിസ് ഓഫ് ദ ഫ്യൂച്ചർ, ഗൈഡൻസ്, അക്സെപ്റ്റൻസ്, ഹീലിംഗ്, ബിഗിനിങ്സ്, ജോയ്. ഓക്കെ. ഡ്രൈവ്. പുള്ളിയുടെ വണ്ടിയിൽ പോകുന്നതുണ്ടോ? ചങ്കട ചങ്ക ചങ്കഞ്ച അങ്ങനെ പുള്ളിയുടെ വണ്ടിയിൽ പോകുന്ന നോക്കിക്കുക. അതുപോലെ നമ്മളൊരു ഡ്രൈവ് പോവുക, നമുക്ക് ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ പോവുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ട്രാവലിംഗ്, ഒരു ചെറിയൊരു മാനസികമായിട്ടുള്ള ഒരു മെന്റലി ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടൊക്കെ ഒരു ഉണർവിന് എല്ലാ കാര്യത്തിനും എന്താ പറയുക, ഒരു ട്രാവലിംഗ് ഒക്കെ നല്ലതാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യത്തിനൊക്കെ പോവുക. അല്ല നമ്മൾ വെറുതെ വിഷമിച്ചൊക്കെ ഇരുന്ന് വെറുതെ ശോകം അടിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സ്വന്തമായിട്ട് കുറച്ച് ഹാപ്പിനെസ് കണ്ടെത്തണം. പ്രോമിസ് ഓഫ് ദ ഫ്യൂച്ചർ, അത് നിങ്ങൾ, അതിൻ്റെ അർത്ഥം അറിയാമല്ലോ, നിങ്ങൾ തന്നെ അത് വിചാരിക്കണം എന്നാണ് ഇവിടെ ഗണപതി ഭഗവാന്റെ മെസ്സേജ് വന്നിരിക്കുന്നത്. ഗൈഡൻസ്, നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഡിപ്പെൻഡ് ചെയ്യുക. കാരണം നിങ്ങൾക്കൊരു എന്ത് ചെയ്യണം, ഏതാണ് വഴി, ഒരു ഡയറക്ഷൻ ലോസ് കാണിക്കുന്നുണ്ട്. എന്താണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്, ഇതാണോ നല്ലത്, അതാണോ നല്ലത്, എനിക്ക് നല്ല കാര്യങ്ങൾ നടക്കുമോ, എൻ്റെ തടസ്സങ്ങൾ മാറുമോ, എൻ്റെ പരിപാടികളൊക്കെ ക്ലിയർ ആകുമോ, എന്താകും ഞാൻ, എൻ്റെ ഫ്യൂച്ചർ എന്താകും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രോപ്പർ ഒരു ഗൈഡൻസിന്റെ ആവശ്യം നിങ്ങൾക്കുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് വിശ്വാസമുള്ള ആരുടെ അടുത്തെങ്കിലും ഗൈഡൻസ് ചോദിക്കുക. ബിഗിനിങ്സ്, നോ. അക്സെപ്റ്റൻസ്, ഹീലിംഗ്, കുറച്ച് കാര്യങ്ങൾ നമ്മളുടെ ലൈഫിൽ നടന്നു എന്ന് പറഞ്ഞ് നമ്മളത് എന്താ പറയാ, കുറച്ച് കയ്പുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും പിന്നീട് അത് നമുക്ക് ഒരു ലെസൺ ആണത്. ആരായിരുന്നു, എന്തെന്തായിരുന്നു എന്നും പറഞ്ഞ് നമ്മള് ജീവിതകാലം മുഴുവനും അങ്ങനെയല്ല. ഒരാൾ നമ്മളെ ചീറ്റ് ചെയ്തു, അയാളുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കാര്യത്തിന് വേണ്ടി നമ്മളെ മുതലെടുത്തു, നമ്മൾ ഒരു കാര്യത്തിൽ പെട്ടുപോയി, അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, കടമാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞ് നമ്മളുടെ ജീവിതം അവിടെ അല്ല തീരുന്നത്. നമ്മൾ എഴുന്നേറ്റ് വരിക. നമ്മൾ എവിടെ നിന്നാണോ തുടങ്ങുന്നത്, എഴുന്നേക്കാൻ നിങ്ങൾ തന്നെ വിചാരിക്കണം. ഞാൻ എഴുന്നേപ്പിച്ചാൽ നിങ്ങൾ എഴുന്നേക്കോ? ഇല്ല, നിങ്ങൾ തന്നെ വിചാരിക്കണം. അതാണ്. അപ്പൊ ഇന്ന് പോട്ടെ നാളെ പോട്ടെ എന്നുള്ള രീതിയിൽ ഇരുന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കും. അവനവന് തോന്നി എഴുന്നേറ്റ് പലതും ചെയ്താലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. കാര്യങ്ങളൊക്കെ നല്ല ജിഞ്ചനാക്കടി പോലെ നടക്കണ്ടേ? ചടപടേ എല്ലാം ചടപടേ എന്നായിരുന്നു എന്ന് പറഞ്ഞ പോലെ പരിപാടിയൊക്കെ നടക്കണ്ടേ? അപ്പൊ അതിന് ഇത് ഹീലിംഗ് ആണ് കേട്ടോ ഞാൻ പറയാൻ വന്നത്. കണ്ട മയിലിരിക്കുന്ന കണ്ട, ഇതേ അപ്പുറത്ത് മയിലിന്റെ സൗണ്ട് കേട്ടാ, അതാണ്. അപ്പൊ അതൊക്കെ നമുക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി അല്ലേ. അപ്പൊ ആ ഒരു കാര്യം ഹീൽ ചെയ്യണം. നമ്മളിപ്പോ നടന്നു, ഓക്കെ പോട്ടെ, നമ്മൾ അതിൽ നിന്ന് ഒരു കാര്യം ഉൾക്കൊണ്ട് എഴുന്നേൽക്കുക, പലതും ചെയ്യാനുള്ളത് ചെയ്യുക. കാരണം നിങ്ങൾ തന്നെ പ്രോമിസ് ഓഫ് ദ ഫ്യൂച്ചർ, നിങ്ങൾക്ക് പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാനുണ്ട്, പല കാര്യങ്ങളും നേടാനുണ്ട്, പല കാര്യങ്ങളും നിങ്ങൾ ഓർത്ത് പല ജീവിതങ്ങളും ജീവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്ത് തീർക്കാനുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളതൊന്ന് പ്രോപ്പറായിട്ട് ചെയ്യാം. ബിഗിനിങ്സ്, ഇതെല്ലാം ചെയ്താലാണ് ബിഗിനിങ്സ് അത് വരുള്ളൂ. ഓക്കെ. ജോയ്, സന്തോഷം. നോക്കിക്കേ, പുള്ളിയുടെ ഡ്രൈവർ ഒരു പാത്രമൊക്കെ ആയിട്ട് പോകുന്ന നോക്കിക്കേ കേട്ടോ. സന്തോഷം, സമാധാനം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. സംഭവിച്ചത് നല്ലതിന്, സംഭവിക്കാൻ പോകുന്നത് നല്ലതിന്. പക്ഷെ നമ്മൾ ആളുകളെ മനസ്സിലാക്കി വെക്കുക, സിറ്റുവേഷൻസ് അക്സെപ്റ്റ് ചെയ്യുക. ഇനി നമ്മൾ അവിടെ തന്നെ നമ്മളെ സ്വന്തമായിട്ട് തളച്ചിട്ട് നിന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കലേ ഉണ്ടാവുള്ളൂ. ആരാണ് നിങ്ങളുടെ കൂടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് നിന്നത്, അല്ലെങ്കിൽ നിങ്ങളെ യൂസ് ചെയ്ത വ്യക്തി ഏതാണ് എന്നുള്ളൊരു ചിന്ത മനസ്സിൻ്റെ അകത്ത് കൊണ്ടുവരിക. ഓക്കെ. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്ട് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യം വിട്ടേക്കുക. ഇനിയിപ്പോ നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഒന്നും കണക്ട് ആയില്ല, ഒന്നും റെസണേറ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. ഓക്കെ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.